വാദാനേട്ടാ. ഇപ്പോഴാണോ മെമ്പറെ വരുന്നത്? നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെയാണോ മെമ്പർ ഇടപെടുന്നത്? ഞങ്ങൾ വരുന്ന വഴിക്ക് മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു എന്റെ ജോത്സരെ, അതുകൊണ്ട് പറ്റിപ്പോയതാ. പഞ്ചായത്ത് മെമ്പർക്കേ സർക്കാരിന്റെ വക വണ്ടിയൊന്നുമില്ലല്ലോ, ഭർത്താവിന്റെ സ്കൂട്ടർ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ വാ, സുശീല അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരെ പോലൊരു സ്ത്രീക്ക് നമ്മുടെ പഞ്ചായത്തില് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോന്ന് മെമ്പർ പറയണം. അങ്ങോട്ട് പോ. അയ്യോ, എന്റെ സുശീലാന്റി തന്നെയാണോ ഇത്? അയ്യോ ഈശ്വരാ, ഇത് എന്തു പറ്റി? ഓ, എന്ത് പറയാനാ എന്റെ വാസന്തി. മക്കളും മരുമക്കളുടെ ഭരണത്തിൻ കീഴിലായ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. എന്നാലും ഇത് കുറച്ച് കടന്നു പോയി. അല്ല, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആവേണ്ട ആളായിരുന്നില്ലേ സുശീലാന്റി? ആന്റി, എന്താ സംഭവിച്ചെന്നൊന്ന് പറയൂ. ഇത് ഞാനൊരു വിഷയാക്കി എടുക്കും. എന്റെ വാർഡിൽ ഒരമ്മമാർക്കും പിച്ചെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആന്റിയെ മക്കളും മരുമക്കളും കൂടി വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതാണോ? അല്ല, ജയിലിലൊക്കെ കിടന്നു വന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ധനേട്ടനൊന്നും ഇങ്ങോട്ട് മാറി. എന്റെ ധനേട്ടാ, അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തി നടന്ന സുശീലാന്റിക്ക് പെട്ടെന്ന് പിച്ചക്കാരി ആകേണ്ടി വന്നെങ്കിൽ അതിന്റെ പിന്നില് പല ക്രൂരതകളും പീഡനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടാവും. അതൊക്കെ ആന്റി പറയേണ്ടടുത്ത് പറഞ്ഞോളൂ. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് എന്റെ വാർഡിലെ വോട്ടറായ ആന്റിയെ ഏറ്റെടുക്കുക എന്നതാണ് എന്റെ ചുമതല. ഏറ്റെടുത്താൽ മാത്രം പോരെ മെമ്പറെ, സുശീലയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൂടി ഉണ്ടാവണം. ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നാളെ മറ്റൊരമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. അതാണ് ഒരു മെമ്പറുടെ പവർ അവിടെയാണ് കാണിക്കേണ്ടത്. മെമ്പർ വാസനയിൽ നിന്ന് ഇക്കാര്യത്തിൽ വേണ്ട നടപടി ഉണ്ടായിരിക്കും ജോത്സരെ. ഈ പഞ്ചായത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് എന്റെ ഭാര്യ വാസന്തിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. പിടിച്ചോ പോനെ. മെമ്പർ പിച്ചക്കാരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ആന്റി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മെമ്പർ വാസന്തി പരിഹാരം ഉണ്ടാക്കി തരും. എഴുന്നേക്ക്. ഡേ, ഇവിടെ ഇരുന്ന് പിച്ച എടുക്കുന്നതേ ആന്റിയുടെ അന്തസ്സിന് ചേർന്നല്ല. അതാണ്, അത് ശരിയാ വാസന്തി. ആന്റി, പതുക്കെ എങ്ങ എഴുന്നേക്ക്, പതുക്കെ. മോനെ, വൈഡില് പിടിച്ചോളേ. വൈഡില് ഇങ്ങോട്ട് വാ. അങ്ങോട്ട് ജോത്സരെ ഇങ്ങോട്ട് വാ. ആന്റി ചിരിക്കേ. ഫോട്ടോ എടുത്തോ, പല പോസിലൊന്നും എടുത്തോ. ഹർഷേ, നീ എന്ത് ലൈവാ കണ്ടോണ്ടിരിക്കുന്നത്? ഇത് ആരുടെ വീഡിയോ ഹർഷേ? രവിയേട്ടാ, ഇതൊന്ന് കണ്ടു നോക്കണം. നമ്മുടെ സുശീലാന്റി അമ്പലനടയിൽ പോയി ഭിക്ഷയെടുക്കുന്നു. പഞ്ചായത്ത് മെമ്പർ വന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. സുശീലാന്റി ഭിക്ഷ എടുക്കേ? കാണിച്ചു. അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തി നടന്ന സുശീലാന്റിക്ക് പെട്ടെന്ന് പിച്ചക്കാരി ആകേണ്ടി വന്നെങ്കിൽ അതിന്റെ പിന്നില് അതെ, സുശീലയെ കൊണ്ട് നീ ഭിക്ഷ എടുപ്പിക്കാനാണോ ഹർഷേ ജോത്സ്യന്റെ അടുത്തേക്കെന്ന് പറഞ്ഞ അവളെ കൊണ്ടുപോയത്? എന്റെ കുഞ്ഞമ്മേ, ജോത്സ്യര് പറഞ്ഞിട്ടാ സുശീലാന്റി ഭിക്ഷ എടുക്കുന്നേ. ഇത് ഏത് ജോത്സ്യരാ? നീ തന്നെ ആയിരിക്കും അവരുടെ ജോത്സ്യര്. നിനക്കല്ലാതെ ഇതുപോലൊരു നാണം കെട്ട പണി അവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയില്ല ഹർഷേ.